ഈ കല്യാണത്തിനാണ് ഇവിടെ ചൊവ്വാദോഷം വലിയ വില്ലനായിട്ട് കേരളത്തിൽ നിൽക്കുന്നത്. അതെ അതെ പല മാട്രിമോണി സൈറ്റുകളിലും മാരേജ് കോമ്പാറ്റിബിലിറ്റി എടുക്കുന്ന സമയങ്ങളിൽ അക്സെപ്റ്റൻസ് വരുന്നത് കേരളത്തിൽ റിജക്ഷൻ വരുന്നുണ്ട്. ഉം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് കോസ് വരുന്നത് ഈ പറയുന്ന പഞ്ചാംഗമാണ്. അതെ 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 ഈ പഞ്ചാംഗത്തിൻ്റെ എഫമറീസ് എന്ന് പറയുന്നത് ബേസിക്കലി നാസയിൽ നിന്നാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ സാധാരണപ്പെട്ടവർക്ക് അതിനെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. ഈ പഞ്ചാംഗത്തിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ 100% ജ്യോതിഷൻ്റെ കാൽക്കുലേഷനെ ബാധിക്കില്ലേ? അതായത് ഈ പഞ്ചാംഗത്തിൻ്റെ ഇതിൽ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മുഹൂർത്തങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതെ ഇതിനെ കണക്ക് കാട്ടി എടുക്കുന്നത്. അതെ. ഇപ്പം ഈ പഞ്ചാംഗത്തിനകത്ത് തന്നെ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ അഷ്ടാംഗം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രമം കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ഈ ഉപാസനാ ബലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ദേവി ഉപാസകർ അതെ സ്പെഷ്യലി ഫോളോ ചെയ്യുന്ന ചില പ്രോസസ്സാണ്. ഇപ്പം ഇതുപോലെ തന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻസിന് കൃത്യമായിട്ട് ഒരു ചില ക്രമങ്ങളുണ്ട്. അത് പൂർവികമായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പിന്നെ ദേശകാലങ്ങൾക്കനുസരിച്ച് നമ്മുടെ സൂര്യൻ്റെ സഞ്ചാരം, ഭൂമിയുടെ കറക്കം, ഇതിനൊക്കെ അനുസരിച്ച് ആ സ്ഥലങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ എല്ലാ പഞ്ചാംഗങ്ങളും കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ കറക്റ്റ് അല്ലാത്തൊരു പഞ്ചാംഗത്തെയാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും.